കഴിഞ്ഞ ഒരു മാസക്കാലം നീണ്ടു നിന്നിരുന്ന പ്രചാരണങ്ങൾക്കും വലിയ ആവേശങ്ങൾക്കുമൊക്കെ ഒടുവിൽ ഇന്നലെ ഇപ്പോൾ പോളിംഗ് ഒക്കെ അവസാനിച്ചു, വോട്ടെടുപ്പ് അവസാനിപ്പിച്ചു. സ്ഥാനാർത്ഥികളൊക്കെ ഇനി ഫ്രീ ആകുകയാണ്. ഡീൻ കുര്യാക്കോസ് നമ്മോടൊപ്പമുണ്ട്. ഇന്നിപ്പോൾ എന്തായിരിക്കും പരിപാടി? പ്രത്യേകിച്ച് പരിപാടികളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അവലോകനം നടത്തേണ്ടതായിട്ടുണ്ട്. എല്ലാ സ്ഥലത്തു നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അത് കൃത്യമായി അവലോകനം ചെയ്യുക എന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് ശേഷം റൂട്ടീനായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് കൃത്യമായി അവലോകനം ചെയ്ത് കാര്യങ്ങളിലേക്ക് ഒരു നിഗമനത്തിലെത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. ഈ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ ഒരു കുറവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ അങ്ങയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് വലിയൊരു മൃഗീയമായ ഭൂരിപക്ഷമാണ്. അപ്പോൾ ആ ഒരു ഭൂരിപക്ഷം നിലനിർത്തി മുമ്പോട്ട് പോകാൻ കഴിയുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? അല്ല, ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഭേദപ്പെട്ട ഭൂരിപക്ഷം തന്നെയായിരിക്കും, അഭിമാനാർഹമായ ഭൂരിപക്ഷം തന്നെയായിരിക്കും. ജനങ്ങൾ കലവറയില്ലാതെ നൽകുന്നതാണ് ഭൂരിപക്ഷം. അത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ട്രെൻഡിനനുസരിച്ച് ഉയരാൻ തന്നെയാണ് സാധ്യത. പിന്നീട് നമ്മളിപ്പോൾ ഈ വോട്ടിംഗ് പെർസെൻറ്റേജുമായി അത് കണക്ട് ചെയ്യേണ്ട കാര്യമുണ്ട് എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. കാരണം 2014 ഞാൻ പരാജയപ്പെടുമ്പോൾ ഏറ്റവും നല്ല പോളിംഗ് ശതമാനമായിരുന്നു. അതിനുശേഷം 2019 വിജയിക്കുമ്പോൾ അതിനേക്കാൾ കുറഞ്ഞ പോളിംഗ് ശതമാനമായിരുന്നു. അതിനേക്കാളും കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ എന്നാൽ പോലും ഒരു ഭേദപ്പെട്ട പോളിംഗ് ആണ് സംസ്ഥാനത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. UDF കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം അനുകൂലമായ റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല. പിന്നീട് ഇത് കൃത്യമായ ഒരു അവലോകനം നടത്തിയാൽ UDFിൻ്റെ ഭാഗത്തുനിന്ന് പിഴവുകൾ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ഒന്ന്, ഈ പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു. രണ്ട്, മുമ്പൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ കേരള കോൺഗ്രസ് LDFിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം. പിന്നെ തമിഴ് വോട്ടുകൾ ചെയ്തിട്ടില്ല എന്നുള്ള, ഇല്ലെങ്കിൽ ഇരട്ട വോട്ടുകൾ വന്നിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പൊക്കെ ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ടോ? ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യം ഒട്ടും തന്നെ ഇല്ലാത്തതുകൊണ്ടാണല്ലോ അവർ കള്ളവോട്ട് ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടത്. ജനങ്ങൾ ഇടതുപക്ഷത്തിനെതിരായതുകൊണ്ടാണല്ലോ അവർ കള്ളവോട്ട് ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടത്. അത് പിടിച്ചല്ലോ. അപ്പോൾ CPMൻ്റെ പ്രാദേശിക നേതാവ് തന്നെ അറസ്റ്റിലായല്ലോ. അപ്പോൾ കള്ളവോട്ട് ചെയ്യാൻ അവർ തീരുമാനിച്ചിരുന്നുവെന്നും കള്ളവോട്ടിന് വേണ്ടി വ്യാപകമായി ശ്രമം നടത്തി എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ പരാജയ ഭീതി എന്ന് പറയുന്ന അവർക്കാണ്. ഈ പറയപ്പെടുന്ന ഒരു ഫോർമുലയും അവരെ സഹായിക്കത്തൊന്നുമില്ല. കാരണം ജനാധിപത്യ മതേതര വോട്ടുകൾ ഒന്നിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു വലിയ മുന്നേറ്റം സാധ്യമായിട്ടുണ്ട്. ആ മുന്നേറ്റത്തിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കുക തന്നെ ചെയ്യും, അതിനകത്ത് സംശയമില്ല. ഇപ്പോൾ ഈ പറയപ്പെടുന്നത് പോലെ അക്രമവും കള്ളവോട്ടും ചെയ്ത് ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെടുത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും ജനങ്ങൾ അതിനെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് അതിലുപരിയായി ഒരു വലിയ ഒരു പിന്തുണ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇനി ഒരു കുറച്ച് നാളത്തെ കാത്തിരിപ്പുണ്ട്. ആ കാത്തിരിപ്പ് ഒരു വലിയ ദൂരം കൂടുതലല്ലേ? കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ദിവസങ്ങൾ അധികമായി കിട്ടുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു മാസം നമുക്ക് ഗ്യാപ്പ് കിട്ടാറുണ്ട്. പക്ഷേ ഇത്തവണ ഒരു 10 ദിവസം കൂടി അധികമായി കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനനുസരിച്ചുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പാർട്ടി പരിപാടികളും മറ്റു പരിപാടികളും ഒക്കെ ആയിട്ട് സജീവമായി തന്നെ നിൽക്കുക എന്നുള്ളതാണ്. എന്തായാലും അത്തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഒക്കെ അവസാനിപ്പിച്ചു. ഇനിയിപ്പോൾ വോട്ടെണ്ണലും അതിൻ്റെ കാര്യങ്ങളിലേക്കുമുള്ള കാത്തിരിപ്പൊക്കെ ഉണ്ട് എങ്കിൽ പോലും സംഘടനാ രംഗത്ത് സജീവമായി നിന്നുകൊണ്ട് മണ്ഡലത്തിൽ മുമ്പ് നിന്നതുപോലെ തന്നെ വിജയപ്രതീക്ഷയോടെ പ്രവർത്തനം സജീവമാക്കുക എന്നാണ് ഡീൻ കുര്യാക്കോസ് പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.